ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2024 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ന്യായാധിപന്മാരിൽ നിന്നുള്ള 20ാമത്തെ വീഡിയോയാണ്. ന്യായാധിപന്മാർ 9-ാം അധ്യായം 16 മുതൽ 33 വരെ വാക്യങ്ങൾ. ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ലഭിക്കുന്നതിന് സാ മീഡിയ ലോഗോസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഴ്ചയിൽ 2 മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ ജനറൽ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ അതിന്റെ 31ാമത് മോക്ക് ടെസ്റ്റ് ആണ് നടത്തി കഴിഞ്ഞത്. 2 മോക്ക് ടെസ്റ്റുകൾ കൂടിയാകുമ്പോൾ എല്ലാ അധ്യായങ്ങളുടെയും മോക്ക് ടെസ്റ്റ് ഒരു തവണ നടത്തി കഴിയുകയാണ്. അതുകൂടാതെ ഓഗസ്റ്റ് 1 മുതൽ ആരംഭിച്ച് സെപ്റ്റംബർ 2 അവസാനിക്കുന്ന ഒരു ഡെയിലി മോക്ക് ടെസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിന് 250 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ ഇനിയും അവസരമുണ്ട്. ഈ കഴിഞ്ഞ അത്രയും മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. തുടർന്ന് വരുന്ന ദിവസങ്ങളിലേത് അതാത് ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാനും കഴിയും. ഓരോ അധ്യായം എന്ന ക്രമത്തിൽ മോക്ക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ 4 ഭാഗങ്ങളും പ്രത്യേകം 50 മാർക്കിന്റെ 4 മോക്ക് ടെസ്റ്റും എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി 100 മാർക്കിന്റെ 3 മോക്ക് ടെസ്റ്റും നടത്തുകയാണ്. 100 മാർക്കിന്റെ 3 മോക്ക് ടെസ്റ്റുകളിലുമായി ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കുന്നവർക്ക് 3000, 2000, 1000, 500 എന്ന ക്രമത്തിൽ 10 പേർക്ക് ക്യാഷ് പ്രൈസ് നൽകുകയാണ്. ഇനിയും വളരെ കുറച്ച് ദിവസങ്ങളാണ് പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നത്. ആയതിനാൽ തന്നെ നമുക്ക് വളരെ നന്നായി പഠിക്കാൻ പരിശ്രമിക്കാം. ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിന് പഠിച്ചു പോയാൽ ഉറപ്പായും 95 മാർക്കും അതിൽ കൂടുതലും വാങ്ങാൻ നമുക്ക് സാധിക്കും. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ ആരെ രാജാവാക്കുന്നത് എന്നാണ് യോത്താം ഷെക്കേം നിവാസികളോട് ചോദിച്ചത്, അബിമലേക്കിനെ. ചോദ്യം 2, നിങ്ങൾ എങ്ങനെയാണോ അബിമലേക്കിനെ രാജാവാക്കുന്നത് എന്നാണ് യോത്താം ഷെക്കേം നിവാസികളോട് വിളിച്ചു ചോദിച്ചത്, പരമാർത്ഥ ഹൃദയത്തോടെയാണോ. ചോദ്യം 3, ജെറുബാലിനോടും ഭവനത്തോടും എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് എന്നാണ് യോത്താം ചോദിക്കുന്നത്, അവന്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധം. ചോദ്യം 4, ആരോടാണ് അവന്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത് എന്നാണ് യോത്താം ഷെക്കേം നിവാസികളോട് വിളിച്ചു ചോദിക്കുന്നത്, ജെറുബാലിനോടും ഭവനത്തോടും. 5ാമത്തെ ചോദ്യം, എന്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി എന്തു ചെയ്തു എന്നാണ് യോത്താം പറഞ്ഞത്, ജീവനെ തൃണവൽഗണിച്ച് മിദിയാൻകാരുടെ കയ്യിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തു. ചോദ്യം 6, എന്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നാണ് യോത്താം പറഞ്ഞിരിക്കുന്നത്, പോരാടി. 7ാമത്തെ ചോദ്യം, എന്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി എന്ത് തൃണവദ്ഗണിച്ച് മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു എന്നാണ് യോത്താം പറയുന്നത്, ജീവനെ. ചോദ്യം 8, ഇപ്പോൾ നിങ്ങൾ എന്റെ പിതാവിന്റെ എന്തിനെതിരായി കരമുയർത്തിയിരിക്കുന്നു എന്നാണ് യോത്താം പറയുന്നത്, കുടുംബത്തിനെതിരായി. ചോദ്യം 9, ഇപ്പോൾ നിങ്ങൾ എന്റെ പിതാവിന്റെ കുടുംബത്തിനെതിരായി എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് യോത്താം പറയുന്നത്, കരമുയർത്തിയിരിക്കുന്നു. 10ാമത്തെ ചോദ്യം, എന്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവനെ തൃണവദ്ഗണിച്ച് ആരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു എന്നാണ് യോത്താം പറഞ്ഞിരിക്കുന്നത്, മിദിയാൻകാരുടെ. 11ാമത്തെ ചോദ്യം, ഒരേ കല്ലിൽ വെച്ച് ആരെ വധിച്ചു എന്നാണ് യോത്താം തുടർന്ന് പറയുന്നത്, അവന്റെ 70 പുത്രന്മാരെ. അവന്റെ എന്ന് പറയുമ്പോൾ എന്റെ പിതാവിന്റെ, അതായത് ഗിദയോന്റെ. 12ാമത്തെ ചോദ്യം, ഇപ്പോൾ നിങ്ങൾ എന്റെ പിതാവിന്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു, അവന്റെ ഡാഷ് നിങ്ങൾ വധിച്ചു. എന്നിട്ട് എന്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമലേക്കിനെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട്
ഷെക്കേമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു. ന്യായാധിപന്മാർ 9:18 പ്രകാരം പൂരിപ്പിക്കുക. 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വച്ച് നിങ്ങൾ വധിച്ചു. ന്യായാധിപന്മാർ 9:5 അബിമേലെക്കാണ് അത് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ, അതായത് ഷെക്കേം നിവാസികൾ എന്നാണ് യോത്താം പറയുന്നത്. 9:18 അപ്രകാരം പറയുന്നത്. 9:5 അബിമേലെക്ക് എന്നും പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും വാക്യഭാഗം കൂടി തന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വാക്യത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി പോകാൻ പരിശ്രമിക്കുക. 13ാമത്തെ ചോദ്യം, എന്റെ പിതാവിന്റെ 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വച്ച് നിങ്ങൾ വധിച്ചു, എന്നിട്ട് അവരെ ഷെക്കേമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് യോത്താം പറയുന്നത്. എന്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമേലെക്കിനെ. 14ാമത്തെ ചോദ്യം, നിങ്ങൾ അബിമേലെക്കിനെ രാജാവായി വാഴിക്കാൻ കാരണമെന്തെന്നാണ് യോത്താം പറയുന്നത്. നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട്. 15ാമത്തെ ചോദ്യം, നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ആരോട് പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ സന്തോഷിക്കുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ എന്നാണ് യോത്താം പറയുന്നത്. ജെറുബാലിനോടും കുടുംബത്തോടും. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ സന്തോഷിക്കുവിൻ എന്നാണ് യോത്താം പറയുന്നത്. അവൻ, അബിമേലെക്ക്, നിങ്ങളിലും സന്തോഷിക്കട്ടെ. 16ാമത്തെ ചോദ്യം, നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ ആരിൽ സന്തോഷിക്കുവിൻ എന്നാണ് യോത്താം പറയുന്നത്. അബിമേലെക്കിൽ. ചോദ്യം 17, നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ സന്തോഷിക്കുവിൻ, അവൻ എന്തു ചെയ്യട്ടെ എന്നാണ് യോത്താം പറയുന്നത്. നിങ്ങളിലും സന്തോഷിക്കട്ടെ. 18ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ അബിമേലെക്കിൽ നിന്നും തീയിറങ്ങി എവിടുത്തെ ജനങ്ങളെ വിഴുങ്ങട്ടെ എന്നാണ് യോത്താം പറയുന്നത്. ഷെക്കെമിലെയും ബെത്മില്ലോയിലെയും ജനങ്ങളെ. ചോദ്യം 19, ഷെക്കെമിൽ നിന്നും ബെത്മില്ലോയിൽ നിന്നും തീയിറങ്ങി ആരെ വിഴുങ്ങട്ടെ എന്നാണ് യോത്താം പറയുന്നത്. അബിമേലെക്കിനെ. ചോദ്യം 20, എവിടെ നിന്നും തീയിറങ്ങിയാണ് അബിമേലെക്കിനെയും വിഴുങ്ങട്ടെ എന്ന് പറയുന്നത്. ഷെക്കെമിൽ നിന്നും ബെത്മില്ലോയിൽ നിന്നും. 21ാമത്തെ ചോദ്യം, യോത്താം ആരെ ഭയന്നാണ് പലായനം ചെയ്തത്. സഹോദരനായ അബിമേലെക്കിനെ. 22ാമത്തെ ചോദ്യം, ആരാണ് അബിമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്തത്. യോത്താം. 23ാമത്തെ ചോദ്യം, യോത്താം സഹോദരനായ അബിമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്ത് എവിടെ ചെന്നാണ് താമസിച്ചത്. ബേറിൽ. 24ാമത്തെ ചോദ്യം, യോത്താം അബിമേലെക്കിനെ ഭയന്ന് ചെയ്തതെന്ത്. പലായനം. 25ാമത്തെ ചോദ്യം, അബിമേലെക്ക് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു. 3 വർഷം. 26ാമത്തെ ചോദ്യം, 3 വർഷം ഇസ്രായേൽ ഭരിച്ചതാര്. അബിമേലെക്ക്. 27ാമത്തെ ചോദ്യം, അബിമേലെക്കിനും ഷെക്കേം നിവാസികൾക്കും ഇടയ്ക്ക് ഒരു ദുരാത്മാവിനെ അയച്ചതാര്. ദൈവം. 28ാമത്തെ ചോദ്യം, അബിമേലെക്കിനും ഷെക്കേം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ആരെ അയച്ചു. ഒരു ദുരാത്മാവിനെ. 29ാമത്തെ ചോദ്യം, ആരുടെയെല്ലാം ഇടയ്ക്കാണ് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചത്. അബിമേലെക്കിനും ഷെക്കേം നിവാസികൾക്കും. ചോദ്യം 30, ആരാണ് അബിമേലെക്കിനെ വഞ്ചിച്ചത്. ഷെക്കേം നിവാസികൾ. 31ാമത്തെ ചോദ്യം, ആരോട് ചെയ്ത അക്രമത്തിനാണ് പ്രതികാരമുണ്ടായത്. ജെറുബാലിന്റെ 70 മക്കളോട്. 32ാമത്തെ ചോദ്യം, അവരുടെ രക്തം ഘാതകനായ അബിമേലെക്കിന്റെയും കൂട്ടുനിന്ന ഷെക്കേംകാരുടെയും മേൽ പതിച്ചു. ആരുടെ. ജെറുബാലിന്റെ 70 മക്കളുടെ. 33ാമത്തെ ചോദ്യം, ജെറുബാലിന്റെ 70 മക്കളുടെ രക്തം ആരുടെയെല്ലാം മേലാണ് പതിച്ചത്. ഘാതകനായ അബിമേലെക്കിന്റെയും കൂട്ടുനിന്ന ഷെക്കേംകാരുടെയും.
34-ാമത്തെ ചോദ്യം, ഷെക്കേംകാർ എവിടെയാണ് അവനെതിരെ, അതായത് അബിമേലെക്കിനെതിരെ ആളുകളെ പതിയിരുത്തിയത്? മലമുകളിൽ. 35-ാമത്തെ ചോദ്യം, ഷെക്കേംകാർ മലമുകളിൽ ആർക്കെതിരെയാണ് ആളുകളെ പതിയിരുത്തിയത്? അബിമേലെക്കിനെതിരെ. 36-ാമത്തെ ചോദ്യം, ഷെക്കേംകാർ മലമുകളിൽ അബിമേലെക്കിനെതിരെ പതിയിരുത്തിയ ആളുകൾ ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും ചെയ്തതെന്ത്? കൊള്ളയടിച്ചു. 37-ാമത്തെ ചോദ്യം, ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും കൊള്ളയടിച്ചതാര്? ഷെക്കേംകാർ അബിമേലെക്കിനെതിരെ പതിയിരുത്തിയ ആളുകൾ. 38-ാമത്തെ ചോദ്യം, ഷെക്കേംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തിയപ്പോൾ ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു. ഇത് ആരറിഞ്ഞു? അബിമേലെക്ക്. 39-ാമത്തെ ചോദ്യം, ഏബദിന്റെ പുത്രൻ ആര്? ഗാൽ. ചോദ്യം 40, ഗാലിന്റെ പിതാവ് ഏബദ്. 41-ാമത്തെ ചോദ്യം, ഏബദിന്റെ പുത്രനായ ഗാൽ തന്റെ ബന്ധുക്കളുമായി എവിടേക്കാണ് നീങ്ങിയത്? ഷെക്കേമിലേക്ക്. 42-ാമത്തെ ചോദ്യം, ഏബദിന്റെ പുത്രനായ ഗാൽ ആരുമായാണ് ഷെക്കേമിലേക്ക് നീങ്ങിയത്? തന്റെ ബന്ധുക്കളുമായി. 43-ാമത്തെ ചോദ്യം, ഏബദിന്റെ പുത്രനായ ഗാൽ തന്റെ ബന്ധുക്കളുമായി ഷെക്കേമിലേക്ക് നീങ്ങിയപ്പോൾ ആരാണ് അവനിൽ വിശ്വാസമർപ്പിച്ചത്? ഷെക്കേം നിവാസികൾ. 44-ാമത്തെ ചോദ്യം, അവർ വയലിൽ നിന്നും മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവമാഘോഷിച്ചു. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് അബിമേലെക്കിനെ ശപിച്ചു. ആര്? ഷെക്കേം നിവാസികൾ. 45-ാമത്തെ ചോദ്യം, ഷെക്കേം നിവാസികൾ എങ്ങനെയാണ് ഉത്സവം ആഘോഷിച്ചത്? വയലിൽ നിന്നും മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ്. 46-ാമത്തെ ചോദ്യം, വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് അവർ എന്താണ് ചെയ്തത്? ഉത്സവം ആഘോഷിച്ചു. 47-ാമത്തെ ചോദ്യം, ഷെക്കേം നിവാസികൾ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് എന്താണ് ചെയ്തത്? അബിമേലെക്കിനെ ശപിച്ചു. 48-ാമത്തെ ചോദ്യം, ഷെക്കേം നിവാസികൾ എവിടെ ചെന്നാണ് തിന്നുകുടിച്ച് അബിമേലെക്കിനെ ശപിച്ചത്? തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ. 49-ാമത്തെ ചോദ്യം, ആരാണ് ഈ അബിമേലെക്ക് എന്ന് ന്യായാധിപന്മാർ 9:28 ചോദിക്കുന്നത്? ആര്? ഗാൽ. 50-ാമത്തെ ചോദ്യം, ഷെക്കേമിന്റെ പിതാവായ ഹാമോറിന്റെ ആളുകളെ ആരെല്ലാം സേവിച്ചില്ലേ എന്നാണ് ഗാൽ ചോദിക്കുന്നത്? ജെറുബാലിന്റെ പുത്രനും അവന്റെ കിങ്കരനായ സെബൂളും. 51-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 9:28 പ്രകാരം ഏബദിന്റെ പുത്രൻ ഗാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്ര? ഏവ. 3 ചോദ്യങ്ങൾ. 1, ആരാണ് ഈ അബിമേലെക്ക്? 2, അവനെ സേവിക്കേണ്ടതിന് ഷെക്കേംകാരായ നാം ആര്? 3-ാമത്തെ ചോദ്യം, ജെറുബാലിന്റെ പുത്രനും അവന്റെ കിങ്കരനായ സെബൂളും ഷെക്കേമിന്റെ പിതാവായ ഹാമോറിന്റെ ആളുകളെ സേവിച്ചില്ലേ? 52-ാമത്തെ ചോദ്യം, അബിമേലെക്കിന്റെ കിങ്കരൻ ആര്? സെബൂൾ. 53-ാമത്തെ ചോദ്യം, ജെറുബാലിന്റെ പുത്രനും അവന്റെ കിങ്കരനായ സെബൂളും ആരെയാണ് സേവിച്ചത്? ഷെക്കേമിന്റെ പിതാവായ ഹാമോറിന്റെ ആളുകളെ. 54-ാമത്തെ ചോദ്യം, ഷെക്കേമിന്റെ പിതാവ് ആര്? ഹാമോർ. ചോദ്യം 55, ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമേലെക്കിനെ വകവരുത്തുമായിരുന്നു. ഞാൻ അവനോട് നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്ന് പറയുമായിരുന്നു. ആരാണിത് പറഞ്ഞത്? ഗാൽ. 56-ാമത്തെ ചോദ്യം, ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ ആരെ വകവരുത്തുമായിരുന്നു എന്നാണ് ഗാൽ പറഞ്ഞത്? അബിമേലെക്കിനെ. 57-ാമത്തെ ചോദ്യം, ആര് എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമേലെക്കിനെ വകവരുത്തുമായിരുന്നു എന്നാണ് ഗാൽ പറഞ്ഞത്? ഈ ജനം. ചോദ്യം 58, ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ താൻ അവനോട്, അതായത് അബിമേലെക്കിനോട് എന്ത് പറയുമായിരുന്നു എന്നാണ്
ഗാൽ പറയുന്നത്? നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരിക എന്ന്. 59-ാമത്തെ ചോദ്യം, ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ ആർക്കാണ് കോപം ജ്വലിച്ചത്? നഗരാധിപനായ സെബൂളിന്. 60-ാമത്തെ ചോദ്യം, നഗരാധിപനായ സെബൂളിന് കോപം ജ്വലിച്ചത് എപ്പോൾ? ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ. 61-ാമത്തെ ചോദ്യം, ആരാണ് അറുമായിൽ അബിമലേക്കിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചത്? നഗരാധിപനായ സെബൂൾ. 62-ാമത്തെ ചോദ്യം, നഗരാധിപനായ സെബൂൾ ആരുടെ അടുത്തേക്കാണ് ദൂതന്മാരെ അയച്ചത്? അബിമലേക്കിന്റെ. 63-ാമത്തെ ചോദ്യം, നഗരാധിപനായ സെബൂൾ അബിമലേക്കിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ എവിടെയായിരുന്നു? അറുമായിൽ. 64-ാമത്തെ ചോദ്യം, നഗരാധിപനായ സെബൂൾ ദൂതന്മാരെ അയച്ച് അബിമലേക്കിനെ അറിയിച്ചത് എന്തെല്ലാം? ഗാലും അവന്റെ ആളുകളും ഷെക്കേമിൽ വന്നിരിക്കുന്നു. നിനക്കെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു. അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക. അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക. ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക. 65-ാമത്തെ ചോദ്യം, ആര് ഷെക്കെമിൽ വന്നിരിക്കുന്നു എന്നാണ് സെബൂൾ ദൂതന്മാർ മുഖേന അബിമലേക്കിനെ അറിയിച്ചത്? ഗാലും അവന്റെ ആളുകളും. 66-ാമത്തെ ചോദ്യം, ഗാലും അവന്റെ ആളുകളും എന്തു ചെയ്യുന്നു എന്നാണ് സെബൂൾ ദൂതന്മാർ വഴി അബിമലേക്കിനെ അറിയിച്ചത്? നിനക്കെതിരെ നഗരവാസികളെ ഇളക്കുന്നു. 67-ാമത്തെ ചോദ്യം, നീ ആരോടുകൂടെ പുറപ്പെടുക എന്നാണ് അബിമലക്കിനോട് സെബൂൾ ദൂതന്മാർ വഴി ആവശ്യപ്പെടുന്നത്? സൈന്യത്തോട്. 68-ാമത്തെ ചോദ്യം, സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് എപ്പോൾ എവിടെ പതിയിരിക്കുക എന്നാണ് സെബൂൾ പറയുന്നത്? രാത്രി വയലിൽ പതിയിരിക്കുക. 69-ാമത്തെ ചോദ്യം, എപ്പോൾ പട്ടണത്തിൽ പ്രവേശിക്കുക എന്നാണ് നഗരാധിപനായ സെബൂൾ ദൂതന്മാർ വഴി അബിമലേക്കിനോട് നിർദ്ദേശിക്കുന്നത്? അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ. 70-ാമത്തെ ചോദ്യം, എപ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക എന്നാണ് സെബൂൾ നിർദ്ദേശിക്കുന്നത്? ഗാലും സൈന്യവും എതിർക്കുമ്പോൾ. 71-ാമത്തെ ചോദ്യം, അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് എന്തു ചെയ്യുക എന്നാണ് സെബൂൾ പറയുന്നത്? പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക. ഇങ്ങനെ 71 ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ 9-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വീഡിയോ കൂടി ആകുമ്പോഴേ ഈ അധ്യായം അവസാനിക്കുകയുള്ളൂ. ഇനി ഒരധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്, ന്യായാധിപന്മാർ 10. അതിൽ ഒരു വീഡിയോയേ ഉള്ളൂ. അത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2024 ലോഗോസിന്റെ ഒരു പഠന സഹായി പുസ്തകം എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറാക്കിയത് ആവശ്യമുള്ളവർക്ക് നൽകുന്നുണ്ട്. 100 രൂപയാണ് വില. പോസ്റ്റൽ ചാർജ് കേരളത്തിനുള്ളിൽ 50 രൂപയും കേരളത്തിന് പുറത്ത് 75 രൂപയുമാണ്. അതുകൂടാതെ സാമീഡിയ ലോഗോസിന്റെ വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ PDF ആക്കി നൽകുന്നുണ്ട്. അത് പുസ്തകമല്ല, PDF ആണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ അത് അയച്ചു തരും. 4000-ത്തിലധികം ചോദ്യങ്ങളുണ്ട്. 380 പേജോളമാണ് ആ PDF-ൽ ഉള്ളത്. 200 രൂപയാണ് അതിന്റെ വില. അത് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിലോ മെയിലിലോ PDF ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്കത് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ വായിക്കാം. പ്രിന്റ് എടുത്ത് പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. 2024 ലോഗോസിന്റെ പഠനം വളരെ തീക്ഷ്ണമായി നാം നടത്തുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. ഡെയിലി മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും അവസരമുണ്ട്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.